അങ്ങനെ നമ്മൾ മിക്സഡ് ഗപ്പീസ് എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് വൈഫ് ഹൗസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയതാണെങ്കിൽ കിഡിലെ മീനുകളാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ഫാമിൽ മിക്സഡ് ഗപ്പിയുടെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ടാങ്കിലെല്ലാം ഡെഡായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം നമുക്ക് മിക്സഡ് ഗപ്പി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലാണെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ കുറച്ച് ഗപ്പീസ് ഉണ്ട്, വെറൈറ്റി ഗപ്പീസ് ഉണ്ട്. അപ്പോൾ അതിനെ വെച്ചിട്ട് വീണ്ടും മിക്സഡ് ഗപ്പി സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ അങ്ങനെ ഇട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ വൈകിട്ട് അതിൻ്റെ വൈഫിൻ്റെ ബ്രദർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് അവിടെ മിക്സഡ് ഗപ്പി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പ് നമ്മൾ മിക്സഡ് ഗപ്പീസിനെ കുറച്ച് വൈഫ് ഹൗസിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇന്നലെ അവൻ വന്ന് പറഞ്ഞ സമയത്ത് അവിടെ കുറച്ച് ഉണ്ട്, അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അവൻ ലീവുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് നേരിട്ട് എന്ത് ചെയ്യണം, അങ്ങോട്ട് പോകണം, വൈഫ് ഹൗസിലേക്ക് പോകണം. അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സഡ് ഗപ്പീസിനെ കുറച്ച് കൊണ്ടുവരാനുണ്ട്. പിന്നെ അതുകൂടാതെ അവിടെ വൈറ്റ് ടെക്സിഡോ അങ്ങനെ സിംഗിൾ വെറൈറ്റീസ് കുറച്ച് ഉണ്ടതുകൊണ്ട്, പിന്നെ അതുപോലെ നമ്മൾ പ്ലാറ്റിയോ മോളിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നുള്ള ബലൂൺ ടൈപ്പ് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞത് പ്ലാറ്റിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റുമെന്ന് നോക്കണം. ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള വീഡിയോ. നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും നേരിട്ട് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി ഗപ്പി ടാങ്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു കോളനി സിസ്റ്റത്തിൽ ഇവിടെ ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് കിളികൾ കേട്ടോ. ഇതിൽ ഫിഞ്ചസ്, ലവ് ബേർഡ്സ്, അതുപോലെ തന്നെ ജാവ അങ്ങനെ തുടങ്ങിയ കിളികളൊക്കെയാണ് ഇതിലുള്ളത്. കോളനി സിസ്റ്റത്തിൽ വലിയ കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഗപ്പി ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 ടാങ്കുകളായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പാർട്ടീഷൻ ചെയ്ത് താപ്പുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ വന്ന സമയത്താണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ടാങ്കിന് ചെറിയ ലീക്ക് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണുന്നത്, നമ്മൾ മുമ്പ് മോളി എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബലൂ മോളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മോളിയല്ല പ്ലാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ തൊട്ടുപുറത്തെ ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ജെർമൻ റെഡ് അല്ല, വേറൊരു റെഡ് ഗപ്പിയാണ് ഉള്ളത്. എനിക്ക് വൈൽഡ് റെഡ് ആണോ എന്നുള്ള അറിയില്ല, നമുക്ക് ഏതാണെന്നുള്ളതൊക്കെ നോക്കാം. അതുണ്ട് ഇതിനകത്ത്. പിന്നെ തൊട്ടുപുറത്ത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിഗിയർ ഉണ്ട്, പ്ലാറ്റിനം റെഡ് ബിഗിയർ. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിനകത്തുള്ള. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് വെള്ളം ലീക്ക് വന്നു. ഈ പാർട്ടീഷൻ താപൂക്കൊണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഇതെല്ലാം കൂടി ഒറ്റ ടാങ്കായിട്ടാണ് നിൽക്കണം. അപ്പോൾ ഒരു ടാങ്കിന് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ വെള്ളം മൊത്തം പോകും. അപ്പോൾ ഇവിടെ ലീക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഷീറ്റ് വിരിക്കാണ്ട് തൊട്ടുപുറത്ത് ചില്ലി മൊസൈക്കിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഷീറ്റ് വിരിക്കാനൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ വന്ന സമയത്ത് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മീനിനും പിടിക്കണം. അതുപോലെ തന്നെ ഇതിൽ ഷീറ്റ് വിരിക്കാനുണ്ട്. ഷീറ്റ് ഇതിൽ നമ്മൾ വിരിക്കാൻ പോകുന്നത് ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷീറ്റ്. ഈ ഷീറ്റ് ഏകദേശം കിലോന് 170 രൂപ വരുന്ന ഷീറ്റാണ്. അപ്പോൾ നമ്മൾ 4 പീസാക്കിയിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മളെ മീനുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം 4 പാത്രങ്ങളിലേക്ക് മാറ്റാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഓരോ ടാങ്കുകളും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം മൊത്തം വെള്ളം വറ്റിച്ചിട്ട് മീനൊക്കെ പിടിക്കാനുണ്ട്. എന്തിനാണ് ഇതിൽ ഷീറ്റ് വിരിക്കാൻ. അപ്പോൾ ഫസ്റ്റ് ടാങ്കിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡ് കളറുള്ള പ്ലാറ്റിയോ അല്ലെങ്കിൽ മോളിയോ ആയിട്ടുള്ള ഫിഷ് ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മളെ ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ റെഡ് ഷ്രിമ്പ് ഉണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവന്നുള്ളത്. അത് ഈ ടാങ്കിൻ്റെ അടിത്തട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷേ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, എഗ്ഗ് ഫോം ചെയ്തിട്ടുള്ള ഷ്രിമ്പ് അടക്കം അതിലിങ്ങനെ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഷ്രിമ്പ് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ടാങ്കിൽ നിന്നും നമ്മൾ പ്ലാന്റ്സ്, നമ്മളെ ഫോക്സ്റ്റൈൻ്റെ ലൈഫ് പ്ലാന്റ് ആണിത്, അതടക്കം എല്ലാ ടാങ്കിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ ചില സ്ഥലങ്ങൾ നല്ല രീതിയിൽ തന്നെ ഗ്രോത്തിൽ വളരാറുണ്ട്. കണ്ടില്ല, അത് നല്ല ആരോഗ്യമുള്ള പ്ലാന്റായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ എല്ലാ ടാങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ഇതുപോലെ. അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗിയറിൻ്റെ ടാങ്കിൽ നിന്നും നമ്മൾ പ്ലാന്റ്സ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ മാറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും ഓരോ പാത്രങ്ങൾ എടുത്തിട്ട് തന്നെ ഇതിൽ നിന്ന് മീനുകളൊക്കെ മാറ്റി വെക്കാം. നമ്മൾ ഓരോ ടാങ്കിൽ നിന്ന് പ്ലാന്റ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടാങ്കിൽ ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ട്. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് പല ടാങ്കിലും. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് മാറ്റിയ കാരണം തന്നെ ഇപ്പോൾ അതിൻ്റെ പേരൻസ് കുഞ്ഞുങ്ങളെ പിന്നാലെ ഓടുന്നുണ്ട് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയും ഈ ഗപ്പികളെയൊക്കെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ടാങ്കുകളിൽ നിന്നൊക്കെ വെള്ളം വറ്റിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് വിരിക്കാനുണ്ട്. ഷീറ്റ് വിരിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഓരോന്നും പിടിച്ച് വെച്ചിട്ടുള്ള മീനുകളെ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് കാണാം.
ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗർ ബ്രീഡായിട്ട് കിട്ടിയുള്ള കുഞ്ഞുങ്ങളെ മൊത്തം ഈ കാണുന്ന ഒരു ടാങ്കിലേക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ടുപുറത്തെ ടാങ്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും ഈ കാണുന്ന ഷീറ്റ് വിരിച്ചിട്ട് വെള്ളം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ഇതിലും ടാങ്കിലും ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അടിയിൽ പഴയ ചാക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഷീറ്റ് വിരിച്ച് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ വേറെ പ്രത്യേകതയാണ് ഇത് കുഴൽ കിണറിന് നേരിട്ട് ടാങ്കിലേക്ക് അടിച്ചിട്ടുള്ള വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഇങ്ങനെ തന്നെ ഇവിടെ മീൻ വളർത്തിയിരുന്നത്. വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും കുഴൽ കിണറിലെ വെള്ളം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പുറത്തൊരു ടാങ്കിലേക്ക് അടിച്ച് കുറച്ച് ദിവസം ഒരാഴ്ചത്തോളമൊക്കെ വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം മീൻ വളർത്താൻ ഉചിതമെന്നാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കാരണം എനിക്കൊണ്ട് കുഴൽ കിണറിൻ്റെ താഴ്ച പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ചാൻസ് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ മിക്സഡ് ഗപ്പീസ് എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് വൈഫ് ഹൗസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയതാണെങ്കിൽ കിഡിലും മീനുകളാണ് നമുക്ക് കിട്ടിയത്. തിരിച്ച് നമ്മൾ ഫാമിലെത്തിയപ്പോഴേക്കും സമയം വൈകിട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നുള്ളത് ഇന്ന് 4 വെറൈറ്റിയാണ്. അതിൽ 3 ഗപ്പീസും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ മോളിയ അല്ലെങ്കിൽ പ്ലാറ്റി ആയിരിക്കാൻ സാധ്യത. അതിപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ കൊണ്ടുവന്നുള്ളത്. ഗപ്പീസ് കൊണ്ടുവന്നതിൽ ഒന്ന് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗിയറ മുമ്പ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട സാധനം തന്നെ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയി സംഭവം സെറ്റായപ്പോൾ നമ്മൾ എന്ത് കുറച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വെറൈറ്റി ഗപ്പീസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെറൈറ്റി, ഈ കാണുന്ന 2 വെറൈറ്റി ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ 2 വെറൈറ്റിയുടെ പേര് നമുക്കറിയില്ല. ജെർമറട്ട അല്ലാന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ 2 വെറൈറ്റി ഗപ്പീസും കൂടി നമ്മുടെ ഫാമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മുടെ ഫാമിൽ ഇനി സെറ്റാക്കാനുണ്ട്. അപ്പോൾ മിക്സഡ് ഗപ്പീസ് എടുക്കാനാണ് സത്യത്തിൽ നമ്മൾ പോയത്. പക്ഷേ നമുക്ക് ഇനി എന്ത് ചെയ്യണം, മിക്സഡ് ഗപ്പീസ് അവിടെ ഉള്ളത് ഈ കാണുന്ന ടാങ്കിലാണ് മിക്സഡ് ഗപ്പീസ് ഉള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള വെറൈറ്റീസ് മിക്സഡ് ഗപ്പീസ് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഞായറാഴ്ച പോയിട്ട് മിക്സഡ് ഗപ്പീസ് കൊണ്ടുവരണമെന്നുണ്ട്. ഇത് ബലൂൺ മോളി എന്ന് പറഞ്ഞിട്ടാണ് മുമ്പ് നമ്മളൊരു ഫാമിൽ നിന്ന് ഈ സംഭവം എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടുന്ന് കുറച്ചെണ്ണം നമ്മൾ വൈഫ് ഹൗസിലേക്ക് കൊണ്ടുപോയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ ഇതൊരു പെരുകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് അവിടെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇപ്പോൾ കുറച്ച് തിരിച്ച് കൊണ്ടുവരിക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഒരിക്കൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അന്ന് ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു ഇത് പ്ലാറ്റിയാണ് മോളി അല്ല എന്ന് പറഞ്ഞത്. എന്നാൽ ബലൂൺ ടൈപ്പായിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവം തന്നെ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റെഡാണ് ഇതിൻ്റെ കളറ്. നല്ലൊരു രസമുള്ള ഒരു ഫിഷ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ വെറൈറ്റിയും കൂടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് വെച്ചാൽ ഇത് നമുക്ക് ഗപ്പീസിൻ്റെ കൂടെ ഇട്ടുകൊണ്ടും വലിയ കുഴപ്പമില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ വൈഫ് ഹൗസിൽ നിന്ന് അവളുടെ ബ്രദർ ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ടാങ്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ഇറക്കി വിടാൻ പോകുന്നത്. ചെറി റെഡ് ഷ്രിമ്പ്, അതുപോലെ തന്നെ മിക്സഡ് ഗപ്പീസ്, വൈറ്റ് എക്സിഡോ ഗപ്പി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് വെറൈറ്റീസൊക്കെ ഗപ്പികളൊക്കെ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇനി പിന്നീട് എപ്പോഴെങ്കിലും കളക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ചെറി റെഡൊക്കെ ഷ്രിമ്പൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിൽ മിക്സഡ് ഗപ്പീസ് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഞായറാഴ്ചയുടെ കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മൈ ഫാമിങ്ങിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം. ബൈ.